ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. സംയുക്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇന്ദിരാഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി യാത്രി നിവാസിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഡൽഹിയിൽ നീറ്റ് പരീക്ഷയിലുണ്ടായിട്ടുള്ള ക്രമക്കേടിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനെ വളരെ ക്രൂരമായിട്ടാണ് ഡൽഹിയിലെ നരേന്ദ്രമോദിയുടെ പോലീസ് നേരിട്ടത്. ക്യാബിനറ്റ് റാങ്കുള്ള, ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്ര പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലും വലിച്ചഴച്ച് വളരെ ക്രൂരമായി, മോശമായി പെരുമാറിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പോലീസ് പ്രതിപക്ഷ സമരത്തെ നേരിട്ടത്. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് MPയും ഉൾപ്പെടെ ബഹുമാന്യായിട്ടുള്ള ബെന്നി ബെഹനാനും ഹൈബി ഈഡനും അതുപോലെ VK ശ്രീകണ്ഠൻ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നമ്മുടെ MPമാരെ എല്ലാം വലിച്ചഴച്ച് വളരെ ക്രൂരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ പോലീസ് ഇന്നലെ ഡൽഹിയിൽ നരനായാട്ട് നടത്തിയത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ രാജ്യ തലസ്ഥാന തെരുവിലേക്ക് ഇറങ്ങിയപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയപ്പോൾ ആ സമരത്തെ ജനാധിപത്യ രീതിയിൽ നേരിടുന്നതിന് പകരമായി ഏകാധിപത്യ രീതിയിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ച നരനായാട്ടിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരമാണ് ഇന്ന് രാജ്യത്തെമ്പാടും ആഞ്ഞടിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയതുകൊണ്ടോ കോൺഗ്രസിന്റെ MPമാരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഈ രാജ്യത്ത് പ്രതിഷേധം അവസാനിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കണം. രാജ്യത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നീറ്റ് പരീക്ഷ. ലക്ഷക്കണക്കിന് കുട്ടികൾ 2 വർഷക്കാലം +1 പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും 10ാം ക്ലാസ് മുതൽ അവർ പഠിക്കുകയാണ്. ഒരു 3-4 വർഷക്കാലത്തെ അവരുടെ അധ്വാനമാണ് നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. ആ നീറ്റ് പരീക്ഷയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായി സുതാര്യമായി നടക്കേണ്ട നീറ്റ് പരീക്ഷയിൽ പോലും ക്രമക്കേട് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കുന്ന നിലപാടുമായിട്ടാണ് നരേന്ദ്രമോദി കൂട്ടാളികളും മുന്നോട്ട് പോയത്. ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം, ജോയി പൂണേലി, O ദേവസി, UDF കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ, CK രാമകൃഷ്ണൻ, സിന്ധു ശശി, ബിന്ദു ഗോപാലകൃഷ്ണൻ, VH മുഹമ്മദ്, AT അജിത് കുമാർ, സാബു ആന്റണി, MG സന്തോഷ, മാത്യൂസ് തരകൻ, PP എൽദോസ, KO ജോണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കോലം കത്തിച്ചു.